today we can discuss the concept stress management. അപ്പോൾ സ്ട്രെസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സ്ട്രെസ് എങ്ങനെയാണ് എപ്പോഴാണ് നമ്മൾ സ്ട്രെസ്ഡ് ആവുക എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇൻ വിച്ച് വൺ എക്സ്പീരിയൻസസ് ഫിയർ ആൻഡ് എ ഫീലിംഗ് ഓഫ് ഹെൽപ്ലെസ്നെസ്. അതായത് എനി അൺപ്ലസൻറ്റ് ചേഞ്ച്, എനി കൈൻഡ് ഓഫ് ത്രെറ്റ് ട്രിഗേഴ്സ് സ്ട്രെസ് റിയാക്ഷൻസ് ഇൻ ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ സ്ട്രെസ്സ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ അയ്യോ എന്താ സംഭവിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ആളുകൾക്ക്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ എ പേഴ്സൺ ഇൻ്റർപ്രറ്റ്സ് എ സ്പെസിഫിക് സിറ്റുവേഷൻ ഓർ ഇവൻറ്റ്. Okay, one can say that pressure is in the situation, but stress is in the person. മനസ്സിലായല്ലോ. നമ്മൾ ചിലപ്പോൾ പ്രഷറായി ഭയങ്കര സ്ട്രെസ്ഫുൾ ആവുക എന്ന് പറയുന്നത് അത് ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാവുന്നതാണ്. മോസ്റ്റ് സ്ട്രെസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെസ് ക്യാൻ ഒക്കർ ഇൻ ഈതർ എ ഫിസിക്കൽ, സൈക്കോളജിക്കൽ ഓർ ബിഹേവിയറൽ ഡീവിയേഷൻ ഇൻ എ പേഴ്സൺ. അമ്മാതിരി സ്ട്രെസ് മേ ഒക്കർ ബിക്കോസ് ഓഫ് ഇൻഡിവിജ്വൽസ് റിയാക്ഷൻ വിത്ത് എൻവയോൺമെൻറ്റൽ സ്റ്റിമുലി. അതായത് ഇപ്പം എനിക്കൊരു സ്ട്രെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിക്കൊള്ളുന്നില്ല. മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇൻഡിവിജ്വൽസ് റിയാക്ഷൻ വിത്ത് എൻവയോൺമെൻറ്റൽ സ്റ്റിമുലി. ദെൻ സ്ട്രെസ് ക്യാൻ വേരി ഫ്രം ടെമ്പററി ടു ലോങ് ടേം പീരിയഡ് ഓഫ് ടൈം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻഡിവിജ്വൽസ് കപ്പാസിറ്റി ടു ടോളറേറ്റ് സ്ട്രെസ്. ഓക്കെ, സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. സ്ട്രെസ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫിസിയോളജിക്കൽ സിംറ്റംസ് ഓഫ് സ്ട്രെസ് എന്നുള്ളതാണ്. അതായത് ഒരു സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആളുകളിൽ എങ്ങനെയാണ് അതിൻ്റെ ഫിസിയോളജിക്കൽ സിംറ്റംസ് എന്തെല്ലാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, സ്ലോയിങ് ഡൗൺ ഓഫ് ഡൈജഷൻ സിസ്റ്റം. അതായത് നമുക്ക് പെട്ടെന്ന് ദഹനക്കേട് എന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനെയൊക്കെ സംഭവിക്കാം. പൗണ്ടിങ് ഓഫ് ഹാർട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ഹയർ ബ്ലഡ് പ്രഷർ and accelerated supply of blood to various parts of body. Then gasping for a breath, which results in increased intake of oxygen to aid in generating extra energy by oxidation of glucose in the body. പിന്നെ അതേപോലെ മസിൽസ് ബിക്കം ടെൻസ് ടു പ്രിപ്പയർ ദ ബോഡി ടു ഫൈറ്റ് ഓർ ഫോർ flight. Then mouth goes dry. So these are the physiological symptoms of stress. നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കോസിങ് സ്ട്രെസ് എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ലെവലിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ്, അതേമാതിരി ഫാക്ടേഴ്സ് കോസിങ് സ്ട്രെസ് അറ്റ് വർക്ക് പ്ലേസ്, ദെൻ ഫാക്ടേഴ്സ് കോസിങ് സ്ട്രെസ് ഇൻ ഗ്രൂപ്പ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, ഫാക്ടേഴ്സ് കോസിങ് സ്ട്രെസ് അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ നമുക്ക് നോക്കാം. അപ്പം ഫാക്ടേഴ്സ് കോസിങ് സ്ട്രെസ് ടു ബി ഐഡൻറ്റിഫൈഡ് അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ ആർ ഫസ്റ്റ് വൺ, പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആളുകളുടെ കാഴ്ചപ്പാടാണ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ബേസ്ഡ് ഓൺ ആൻ ഇൻഡിവിജ്വൽസ് പെർസെപ്ഷൻ ഓഫ് എ സിറ്റുവേഷൻ ഹി ഓർ ഷീ മേ എക്സ്പീരിയൻസ് സ്ട്രെസ്. അതായത് ചിലപ്പം വൺസ് റെസ്പോൺസ് ടു പെർസെപ്ഷൻ ഓഫ് സ്ട്രെസ് ഇസ് ടിപ്പിക്കൽ. സോ ഇറ്റ് ഈസ് എ പ്രോംപ്റ്റ് ആൻഡ് സ്പീഡി പ്രോസസ് ഫൈനലി ട്യൂൺ ടു ദ ഡിമാൻഡ്സ് മെയ്ഡ് ഓൺ ഹിം ഓർ ഹർ എന്നാണ് പറയുന്നത്. ആൻഡ് പ്രയർ എക്സ്പീരിയൻസസ്, മുൻപേ ഒരു പരിചയമുള്ളൊരു സിറ്റുവേഷൻ വന്നു നമുക്ക്, അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയേ സംഭവിക്കുള്ളൂ, അവിടെ നമ്മൾ സ്ട്രെസ്. അപ്പോൾ പ്രയർ എക്സ്പീരിയൻസ് ആണ്. ഫെമിലിയാരിറ്റി വിത്ത് എ സിമിലർ സിറ്റുവേഷൻ ക്യാൻ ഓൾസോ ഇൻഫ്ലുവൻസ് ദ പേഴ്സൺസ് പെർസെപ്ഷൻ അബൌട്ട് ദി എമൗണ്ട് ഓഫ് സ്ട്രെസ് ഇൻവോൾവ്. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് ഓർ പാസ്റ്റ് സക്സസ് ഇൻ സിമിലർ സിറ്റുവേഷൻ can help a person to feel reduced level of stress. On the other hand, negative reinforcements or past failures under similar conditions can increase stress എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകളുടെ അനുഭവജ്ഞാനം. ഓക്കെ, ദെൻ തേർഡ് വൺ, സോഷ്യൽ ആക്സെപ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്. അതായത് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അതർ പീപ്പിൾ ഇൻ എ സിറ്റുവേഷൻ ക്യാൻ ഹാവ് ഇൻഫ്ലുവൻസ് ഓൺ ദ വേ ആൻ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് സ്ട്രെസ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇഫ് എ പേഴ്സൺ ഇസ് ഹാപ്പി വർക്കിംഗ് വിത്ത് ഹിസ് കൊളീഗ്സ്, ദെയർ പ്രസൻസ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് സ്ട്രെസ്. അതായത് ചിലരെ കണ്ടാൽ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ, അപ്പോൾ സ്ട്രെസ്സ് കുറയും അവരൊക്കെ ഉണ്ടെങ്കിൽ. നേരെ മറിച്ചിട്ട് ഇഫ് എ പേഴ്സൺ ഇസ് അൺകംഫർട്ടബിൾ വർക്കിംഗ് വിത്ത് ഹിസ് കൊളീഗ്സ്, their presence may work on his nerves, disturbing him and thereby making him incapable of cooperating
കോപ്പിംഗ് വിത്ത് ദ സിറ്റുവേഷൻ. അവിടെ അയാൾക്ക് സ്ട്രെസ്സ് കൂടുക ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് സോഷ്യൽ ആക്സെപ്റ്റൻസസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ അനദർ ഫാക്ടർ കോസിങ് സ്ട്രെസ് അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ ഇസ് പേഴ്സണലൈസ്ഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അതായത് എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ക്യാൻ ഓൾസോ ഹെൽപ്പ് ടു ഡിറ്റർമിൻ വെദർ എ പേഴ്സൺ കൺസിഡേഴ്സ് ദ സിറ്റുവേഷൻ ടു ബി സ്ട്രെസ്ഫുൾ ആൻഡ് ഇഫ് യെസ് ഹൗ ഹി ഓർ ഷീ വിൽ ഡീൽ വിത്ത് ഇറ്റ്. അങ്ങനെ ദീസ് ആർ ദ എന്താ പറയുക ഇൻഡിവിജ്വൽ ലെവലിൽ വരുന്ന ഫാക്ടേഴ്സാണ് സ്ട്രെസ്സിന് കാരണമായിട്ടുള്ളത്. ഇനി വർക്ക് പ്ലേസിൽ സ്ട്രെസ്സിന് കാരണമായ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ടാസ്ക് ലോഡ് അല്ലെങ്കിൽ വർക്ക് ലോഡാണ്. അതായത് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തായി ആകെ അയ്യോ ഇതൊക്കെ തീർക്കണ്ടേ എന്നുള്ള ആ ഒരു സ്ട്രെസ്സ് വരും. അറ്റ് ടൈംസ് ഇൻഡിവിജ്വൽസ് മേ ഫൈൻഡ് ദ വർക്ക് അസൈൻഡ് ടു ദം ടു ബി ടു മച്ച് ടു ബി ക്യാരിഡ് ഔട്ട് പ്രോപ്പർലി. സോ ദ റീസൺ ബിഹൈൻഡ് എക്സ്പീരിയൻസസ് സച്ച് ഫീലിംഗ്സ് ക്യാൻ ബി സെറ്റ് ടു ബി എ ഫോം ഓഫ് സ്ട്രെസ്. ദെൻ സെക്കൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന കണ്ടീഷൻസ് നല്ലതല്ലാതെ ദ എക്സിസ്റ്റൻസ് ഓഫ് പുവർ വർക്കിംഗ് കണ്ടീഷൻസ് ലൈക്ക് എക്സ്ട്രീം ടെമ്പറേച്ചർ, ലൗഡ് നോയ്സ്. എപ്പോഴും നമ്മളിങ്ങനെ ഇങ്ങനെ ഇപ്പം ബേക്കറിയൊക്കെ ആണെങ്കിൽ ബേക്കിംഗ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടെ എപ്പോഴും ഇങ്ങനെ ചൂട് തട്ടുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക അറ്റ്മോസ്ഫിയറിക് ഇത് തന്നെയാവാം ടെമ്പറേച്ചർ കൂടുതലാവുന്ന സമയത്ത് റൂമിലിരുന്ന് നമുക്ക് AC ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയുക ബാഡ് വർക്കിംഗ് കണ്ടീഷനാവാം. ടു മച്ച് അല്ലെങ്കിൽ ടു ലിറ്റിൽ ലൈറ്റ്, എക്സസ് എയർ പൊല്യൂഷൻ എക്സെട്ര ഓൾ കോസ് സ്ട്രെസ് ടു ദ വർക്കേഴ്സ്. ദെൻ റോൾ കോൺഫ്ലിക്റ്റ് ആൻഡ് റോൾ ആംബിഗ്വിറ്റി എന്ന് പറയും. അതായത് ഇതാണ് വേറൊരു കാരണം പറയുന്നത്. റോൾ കോൺഫ്ലിക്റ്റ് വിൽ ഒക്കർ വെൻ ദർ ഇസ് ഡിഫറിങ് എന്താ എക്സ്പെക്റ്റേഷൻസ് ഓർ ഓഫ് ഡിമാൻഡ്സ് ഓൺ എ പേഴ്സൺ അറ്റ് വർക്ക് പ്ലേസ്. വെറസ് റോൾ ആംബിഗ്വിറ്റി ഒക്കേഴ്സ് വെൻ ദ വർക്കർ ഇസ് അൺഷുവർ ഓർ അൺസർട്ടൻ ദ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻഡ്. ഈ രണ്ട് കാരണത്താലും സ്ട്രെസ്സിന് കാരണമാവും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെ നിന്നാലും നമുക്ക് സ്ട്രെസ്സ് കൂടും. ദെൻ കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് നമ്മളെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ ഉണ്ടാവുമല്ലോ, ഞാൻ എവിടെ എത്തില്ലേ, എനിക്ക് പ്രൊമോഷൻ കിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇൻ ദ പോസ്റ്റ് ലിബറലൈസേഷൻ എറ മെനി ബിസിനസ് ഓർഗനൈസേഷൻസ് ആർ ഗോയിങ് ഫോർ റീഓർഗനൈസേഷൻ ആൻഡ് ഡൗൺ സൈസിങ് to keep in line with the industry demand. So these developments can create many career related concerns among workers related to a tremendous level of stress in them. So these are the factors that causes stress at workplace. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് വൺ, ഫാക്ടേഴ്സ് കോസിങ് സ്ട്രെസ് ഇൻ ഗ്രൂപ്പ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ്സിന് കാരണമാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് കൊഹെൻസീവ്നെസ് ആണ് ഫസ്റ്റ് പറയുന്നത്. അതായത് ഗ്രൂപ്പ് കൊഹെൻസീവ്നെസ് റൈസസ് ദ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഇൻ ഗ്രൂപ്പ് ഇൻറ്ററാക്ഷൻസ്. അപ്പോൾ ലാക്ക് ഓഫ് ഗ്രൂപ്പ് കൊഹെൻസീവ്നെസ് ലീഡ്സ് ടു അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ലീഡിങ് ടു ഹൈ ലെവൽ ഓഫ് സ്ട്രെസ് ഫോർ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ദെൻ ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട്. അതായത് നമുക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സോ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഡിറൈവ് ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദിയർ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആൻഡ് സപ്പോർട്ട് ദാറ്റ് ദേ ഗെറ്റ് ഫോർ ക്യാരിയിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് ടുഗദർ. ഇഫ് സച്ച് സോഷ്യൽ സപ്പോർട്ട് ഇസ് ലാക്കിംഗ് ഓർ ആബ്സെൻറ്റ്, സച്ച് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആർ നോട്ട് ഏബിൾ ടു സാറ്റിസ്ഫൈ ദിയർ സോഷ്യൽ നീഡ്സ് വിച്ച് കോസസ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഇസ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. അതായത് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എന്തുണ്ടാവാം, ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള ഇൻ്റർ പേഴ്സണൽ കോൺഫ്ലിക്ട്സ് അമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഓർ ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട്സ് ഡ്യൂ ടു വേരിയസ് റീസൺസ് ഓൾസോ കോസസ് സ്ട്രെസ് ഫോർ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകണം വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് സ്ട്രെസ് എന്നുള്ള. ഈ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൈക്കോളജിക്കൽ ഇഫക്റ്റ് പറയുന്നുണ്ട്, ഇമോഷണൽ ഇഫക്റ്റ് പറയുന്നുണ്ട്, ബിഹേവിയറൽ ഇഫക്റ്റ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ ഇഫക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ദീസ് കുഡ് ടേക്ക് ദ ഫോം ഓഫ് ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, എക്സസീവ് സ്വെറ്റിംഗ്, ബ്രീത്തിങ് ആൻഡ് മസ്കുലർ പ്രോബ്ലംസ് ആൻഡ് സോ ഓൺ. ഇമോഷണൽ ആവുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരും, ആൻസൈറ്റി, നെർവസ്നെസ്, ഡിപ്രഷൻ, ലോ സെൽഫ് എസ്റ്റീം ആൻഡ് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ. ദെൻ ബിഹേവിയറൽ എഫക്റ്റ് പറയുന്നത് ദീസ് ആർ വിസിബിൾ ഇൻ ദ ഫോം ഓഫ് ആബ്സെൻറ്റീസം, ഹൈ ടേൺ ഓവർ റേറ്റ്സ്, ആൽക്കഹോൾ ഡിപ്പെൻഡൻസി, ഡ്രഗ് അബ്യൂസസ് ആൻഡ് സോൺ. ആളുകളിൽ സ്വഭാവത്തിൽ മാറ്റം വരും. മനസ്സിലായല്ലോ? അപ്പോൾ സ്ട്രെസ്സ് കാരണം സംഭവിച്ചേക്കാവുന്ന ഇഫക്റ്റ് ഇതൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ ഇഫക്റ്റ് നോക്കുക, ഇമോഷണൽ, ബിഹേവിയറൽ. ഓക്കെ, ഇനി സ്ട്രെസ് ആൻഡ് ജോബ് പെർഫോമൻസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
സ്ട്രെസ്സിന് രണ്ട് തരത്തിൽ വരുന്നുണ്ട്. അതായത് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എന്താ പറയുക, ഗുഡ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് ക്യാൻ ബി വൺസ് ബെസ്റ്റ് ഫ്രണ്ട് ഓർ വേഴ്സ്റ്റ് എനിമി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ സർട്ടൻ എമൗണ്ട് ഓഫ് സ്ട്രെസ് ഇസ് നെസസറി ടു അച്ചീവ് ഒപ്റ്റിമം ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. അതായത് ഒന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല വിചാരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യില്ല, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് അയ്യോ അത് ചെയ്ത് തീർക്കണ്ടേ എന്നുള്ള ഒരു സ്ട്രെസ് നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ സർട്ടൻ എമൗണ്ട് ഓഫ് സ്ട്രെസ് ഇസ് ഓക്കെ എന്നാണ് പറയുന്നത്. അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സ്ട്രെസ് ഇസ് നെസസറി ഫോർ മോട്ടിവേഷൻ, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് ചേഞ്ച്. ഒരു എന്താ പറയുക, ദ ബെനിഫിഷ്യൽ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറിയോ, യൂസ്ട്രെസ് എന്ന് പറയും. അതായത് വെറാസ് അൺഡ്യൂ സ്ട്രെസ് കോസസ് ഡിസ്ട്രെസ്. അപ്പോൾ ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് എ സ്ട്രെസ് ടോളറൻസ് ലിമിറ്റ്. ഒരു സ്ട്രെസ് ടോളറൻസ് ലിമിറ്റ് ഉണ്ടാവും ഓരോ വ്യക്തിക്കും. ആൻഡ് വെൻ ദ ലിമിറ്റ് ഇസ് എക്സീഡഡ് ഇൻഡിവിജ്വൽ സ്റ്റാർട്ട്സ് സഫറിങ് എന്നാണ് പറയുന്നത്. അതായത് ഏതാണ് ഹാംഫുൾ ആവുന്ന സ്ട്രെസ് ലെവൽ എന്നുള്ളത് വാട്ട് ഈസ് ഹാംഫുൾ സ്ട്രെസ് ബിയോണ്ട് വൺസ് ഒപ്റ്റിമം സ്ട്രെസ് ലെവൽ. അതായത് ദ ലെവൽ അറ്റ് വിച്ച് വൺസ് മോട്ടിവേഷൻ ഇസ് ദ ഹയസ്റ്റ് ആൻഡ് വൺ ഫീൽസ് ക്വയറ്റ് എനർജറ്റിക് ആൻഡ് എൻത്യൂസിയാസ്റ്റിക്. ഇപ്പോൾ ചിലരുടെ ആഗ്രഹം ഒരു +2 ടീച്ചർ ആവുക എന്നുള്ളതായിരിക്കാം. അപ്പോൾ അത് കിട്ടുന്നത് വരെയാണ് അവരുടെ സ്ട്രെസ്സ്. നേരെ മറിച്ച് ചിലരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്കായിരിക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ലിമിറ്റ് ഉണ്ട്. അപ്പം എപ്പോഴും എന്താ പറയുക, ഒരു ലെവൽ വരെ ഇറ്റ് ഈസ് ഓക്കെ, ബിയോണ്ട് ദാറ്റ് കോസസ് ഹാംഫുൾ. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് സ്ട്രെസ്സാണ് പറയുന്നത്. ഹൗ ടു മാനേജ് സ്ട്രെസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ മാനേജേഴ്സ് നീഡ് ടു ഹാവ് നോളജ് ഓഫ് ദ ഒപ്റ്റിമം സ്ട്രെസ് ലെവൽസ് ഫോർ ദിയർ സബോർഡിനേറ്റ്. അത് നല്ല ബുദ്ധിമുട്ടാണ്, ഓരോരുത്തരുടെ ഒപ്റ്റിമം സ്ട്രെസ് ലെവൽ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കൽ. ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ബിക്കോസ് ദ ലെവൽ ഓഫ് സ്ട്രെസ് വിൽ വേരി ഫ്രം സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ ആൻഡ് ഓൾസോ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പോൾ വേരിയസ് മെത്തേഡ്സ് ആർ അവൈലബിൾ ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് ടു മാനേജ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. ദീസ് മെത്തേഡ്സ് കുഡ് റേഞ്ച് ഫ്രം സിമ്പിൾ കൗൺസിലിംഗ് സെഷൻസ് with the individual employee to programs designed to help individuals to understand the stress response, recognize factors causing stress and adopt coping technique to reduce the negative impact of stress. അപ്പോൾ പല ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൗൺസിലിംഗ് മുതൽ സിമ്പിൾ ടെക്നിക്കായ കൗൺസിലിംഗ്, ആളുകളെ വിളിച്ചിരുത്തി കൗൺസിലിംഗ് നടത്തിയാൽ ഒരു പരിധിവരെ സ്ട്രെസ്സ് കുറയും. അതുകൂടാതെ ഇപ്പോഴത്തെ പല ടെക്നിക്സും യൂസ് ചെയ്യുന്നുണ്ട് സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ജനറലി ദ സ്ട്രെസ് മാനേജ്മെൻറ്റ് മെത്തേഡ്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു സ്ട്രെസ് മാനേജ്മെൻറ്റ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ബൈ ഓർഗനൈസേഷൻസ്. അപ്പോൾ എങ്ങനെയാണ് ഇൻഡിവിജ്വൽസിൻ്റെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഏതൊക്കെയാണ്, അതേമാതിരി ഓർഗനൈസേഷനിലെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ സ്ട്രെസ് മാനേജ്മെൻറ്റ് ബൈ ഇൻഡിവിജ്വൽസ്. അപ്പം സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഫോർ ഇൻഡിവിജ്വൽസ്, ഈ ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എലിമിനേറ്റിംഗ് ഓർ കൺട്രോളിങ് ദ സോഴ്സസ് ഓഫ് സ്ട്രെസ്. എന്താണ് സ്ട്രെസ്സിന് കാരണമായിട്ടുള്ള സോഴ്സസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് എലിമിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ദെൻ മേക്കിംഗ് ദ ഇൻഡിവിജ്വൽ മോർ റെസിസ്റ്റൻസ് ടു സ്ട്രെസ്. അതായത് സ്ട്രെസ്സിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ എന്താക്കുക, പ്രാപ്തരാക്കുക. ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്. Some practical ways that can be used by individual to manage stress include: first one, analyze stress producing situations and decide what is worth worrying about and what is not. ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്ന് കണ്ടുപിടിക്കുക, അതിലേതൊക്കെ എന്താ പറയുക വറി ചെയ്യണം, വറി ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെ ഉണ്ട് അതൊക്കെ അനലൈസ് ചെയ്യുക. ദെൻ ഡു പ്രോപ്പർ പ്ലാനിങ് ആൻഡ് അഡോപ്റ്റ് ഗുഡ് ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്സ്. ഒന്നാമത് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഈ സ്ട്രെസ്സ് മുഴുവൻ ഉണ്ടാവുക. അപ്പോൾ ഒരു ടെക്നിക്, ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്ത് ചെയ്യുക, നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ആൻഡ് അവോയ്ഡ് ഓവർ സ്ട്രെച്ചിങ് വൺ സെൽഫ്, എക്സസൈസ് റെഗുലർലി, എൻഷുർ എൻ ഇൻടേക്ക് ഓഫ് ബാലൻസ്ഡ് ഡയറ്റ്, ബിൽഡ് റെഗുലർ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് ആൻഡ് ജനറലി ടേക്ക് കെയർ ഓഫ് വൺ സെൽഫ്. ആൻഡ് ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് ആൻഡ് പീപ്പിൾ. എല്ലാം നെഗറ്റീവായി കാണാതെ എന്ത് വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കണം. ദെൻ ലേൺ ടു റിലാക്സ് ആൻഡ് മെയിൻറ്റെയിൻ എ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ്. ആൻഡ് പ്രാക്ടീസ് ആൻഡ് അഡോപ്റ്റ് റിലാക്സേഷൻ ടെക്നിക്സ്. അതായത് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക, മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ എന്താക്കാം എന്ന് പറയുന്നത് സ്ട്രെസ് റിലാക്സേഷൻ കിട്ടും. Then acquire alternative interest and satisfaction so that life is in balance between work and play. And last one, use stress as a constructive force to achieve an integrative lifestyle that encompasses a satisfying career,
എ ഹാപ്പി ഫാമിലി ലൈഫ് ആൻഡ് സെൽഫ് ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ സ്ട്രെസ്സിനെ കാണാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, സോ ദീസ് ആർ ദ സ്ട്രെസ് ലെവൽ ടെക്നിക്സ് ഇൻ ഇൻഡിവിജ്വൽസ്. ഇനി സ്ട്രെസ് മാനേജ്മെൻറ്റ് ബൈ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് യൂസ്ഡ് ബൈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് ഇറ്റ് വിൽ വേരി വിത്ത് ദ നേച്ചർ ഓഫ് വർക്ക് ബീയിങ് ക്യാരിഡ് ഔട്ട്, time spent on the job, the breaks taken in between, and so on. So stress management techniques adopted by organizations are generally intended to. ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ ഈ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഐഡൻറ്റിഫൈ ആൻഡ് ദെൻ എലിമിനേറ്റ് ദ ഫാക്ടേഴ്സ് കോസിങ് സ്ട്രെസ് അമംഗ് എംപ്ലോയീസ് and help employees to change their perception and understanding of work stress, and last, help employees to cope more effectively with the consequences of stress. അപ്പോൾ ഓർഗനൈസേഷണൽ ടെക്നിക്സ് വരുന്നത് ഇംപ്രൂവ് ദ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, ദെൻ എന്താണ്, റീഡിസൈൻ ജോബ്സ് ബൈ ചേഞ്ചിങ് വർക്ക് ലോഡ്, ഡെഡ് ലൈൻസ്, വർക്ക് ഷെഡ്യൂൾ എക്സെട്ര. അതായത് ഈ ആഴ്ച ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞ് ഡെഡ് ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നീട്ടിക്കൊടുക്കുക. അതേമാതിരി ചേഞ്ചിങ് വർക്ക് ലോഡ് എക്സെട്ര. then redesign the organizational culture and adopt management by objectives. അതായത് പാർട്ടിസിപ്പേഷൻ ഫ്രം എംപ്ലോയീസ്, അവരുടെ ഒരു ഈ പ്ലാനിങ്ങിലൊക്കെ അവരുടെ പാർട്ടിസിപ്പേഷനും കൂടെ ഉറപ്പ് വരുത്തുക. then take steps to avoid role conflict and role ambiguity at workplace. then promote and encourage team building efforts among employees. conduct workshop on time management. conduct training programs on relaxation exercises. organize career counseling and other employee assistance programs. then design and implement programs to promote good healthy habits and to identify and correct health programs. Okay, so these are the techniques used in organizations to control and eliminate stress. Okay, thank you.